അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നബി തങ്ങൾ ഞെട്ടിപ്പോയി. അല്ലാഹു എന്തുകൊണ്ട് തീരുമാനം മാറ്റി? ഈ യാത്രയില് മരിപ്പിക്കുമെന്ന് തീരുമാനിച്ചിട്ട് എന്തുകൊണ്ട് കരുണക്കടലായ പടച്ച റബ്ബ് തീരുമാനം മാറ്റിയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചിന്തിക്കുമ്പോ വഴിയിൽ വെച്ച് നടന്ന സംഭവം അറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന. എന്റെ അബ്ദുറഹ്മാൻ സ്വർഗത്തിലാണ്. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. ഇത് കളിയല്ല പ്രിയപ്പെട്ടവരെ. എത്രയോ പാവപ്പെട്ട ചെറ്റക്കൂരയുടകത്ത് പാവപ്പെട്ട പെൺകുട്ടികള് അന്യപുരുഷന്മാരുമായി ഇറങ്ങിപ്പോകുന്നില്ലേ? പള്ളികളൊന്നും അത് തീരുമാനിക്കൂലല്ലോ. പണക്കാരുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. പല കമ്മിറ്റിക്കാർക്ക് സമ്പന്നരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പള്ളികൾ, പണക്കാരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പൊതുയോഗങ്ങൾ. പാവപ്പെട്ടവന്റെ പെണ്ണ് അന്യവന്റെ കൂടെ ഇറങ്ങി ഓടിയാ പള്ളിയുടെ മുറ്റത്തുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാനല്ലേ അറിയോളൂ. പള്ളി വിലക്കിയിരിക്കുന്നു. ഇനി 27-ാം രാവിന്റെ ചോറില്ല, ഇനി ഉളുഹിയയുടെ ഇറച്ചിയില്ല, ഇനി മരിച്ചാൽ ഇവിടെ അടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എഴുതി ഒട്ടിക്കാനല്ലാതെ എത്ര ദിവസമായി പട്ടിണി കിടന്നിട്ട് വിവാഹം നടക്കാത്ത കുടുംബത്തിന്റെ ഗതികേടോർത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാ കഴിഞ്ഞിട്ടുണ്ടോ? മിക്ക പള്ളികളിലും സാധു സംരക്ഷണ സമിതികളുണ്ട്. ആദ്യം അപേക്ഷ കൊടുക്കണം. അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഖജാഞ്ചിയാണ് വിളിക്കുന്നത്. എന്നിട്ട് ഖജാഞ്ചി പറയും സെക്രട്ടറി ഒന്ന് കാണണം. അവിടെ ഓട്ടോയിൽ വാപ്പയില്ലാത്ത മോളയും കൊണ്ട് ഉമ്മച്ച് സെക്രട്ടറിയുടെ വീട്ടിൽ പോകും. അവിടെ നിന്ന് പറയുന്നു പ്രസിഡന്റിനെ നേരിട്ടൊന്ന് പോയി കണ്ടാൽ 1000 രൂപ കൂടുതൽ കിട്ടും. അവിടെ ഓട്ടോയും കൊണ്ട് അവിടെ പോകുന്നു. ഇങ്ങനെ 11 പരിപാലകരുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ അകത്തടകളിലേക്ക് ഓട്ടോയും പിടിച്ച് ടാക്സിയും പിടിച്ച് പാവപ്പെട്ട വാപ്പയില്ലാത്ത പൊന്നുമോളയും കൊണ്ട് ഉമ്മ കറങ്ങുമ്പോ അവസാനം 2000 രൂപ സാധു സംരക്ഷണ സമിതിയിൽ നിന്ന് എഴുതി കൊടുക്കുമ്പോ 1000 രൂപ ഓട്ടോ കൂലിയായി, 500 രൂപ ചിലവായി, 500 രൂപ മോള കല്യാണത്തിന് കൊടുക്കാനുള്ള അവസ്ഥയല്ലേ വരുന്നത്? ഓ, ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം സഹോദരങ്ങളെ. ഓ, ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഈ സരസിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വാതിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ്, കുടുംബജീവിതത്തിന്റെ കവാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അല്ലാഹു ചെയ്ത സഹാരമുണ്ടല്ലോ, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളുമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അവർക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ മജ്‌ലിസിനും നിങ്ങളൊരു സ്വതക്ക കൊടുക്കണം. അല്ലാഹു അത് നിയ്യത്ത് ചെയ്യുന്നവരെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ റമളാൻ മാസത്തിന് 3 ദിവസത്തിന് മുമ്പ് കാരേറ്റ് പെരിന്തമലിൽ നടന്ന അപകടം നമുക്കറിയുമല്ലോ. ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടു പോയ പൈസ മുഴുവനും കൊണ്ടുവന്ന് നിലമയിൽ ഭാഗത്ത് വലിയ ഒരു വീട് വെച്ചിട്ട് ബുധനാഴ്ച പാലുകാച്ച് നടത്തി വ്യാഴാഴ്ചടന്ന് ഭാര്യയും ആ നൗഷാദ് എന്ന ചെറുപ്പക്കാരനും തന്റെ പ്രിയപ്പെട്ട 1.5 വയസ്സുള്ള പൊന്നുപോനും അതുപോലെ 4 പേരും കൂടി ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോ ഭാര്യയാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോയത്. ഭർത്താവ് നാളെ ഗൾഫിൽ പോകുമല്ലോ. അതുകൊണ്ട് ഭർത്താവിനോടൊത്ത് യാത്ര ചെയ്യാനുള്ള സന്തോഷം കൊണ്ട് ഭർത്താവ് സീറ്റിൽ നിൽക്കുമ്പോ വാഹനം ഓടിക്കാനുള്ള അതിയാറ ആർത്തി കൊണ്ട് വാഹനം ഓടിച്ചു പോയി ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുമ്പോ ഒരു സ്കോഡ വാഹനവുമായി ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ 25 ലക്ഷം രൂപയുടെ വീട്ടില് 15 ലക്ഷവും കടം വാങ്ങിയിട്ട് വെച്ച പാവപ്പെട്ടവന്റെ വീടാ അല്ലാഹു കൊടുത്തത് കണ്ടോ. ഒരൊറ്റ ദിവസമല്ലേ വീട്ടിന്റെ അകത്ത് കിടക്ക, ഒരേ ഒരു ദിവസമല്ലേ. റഹ്മാനായ പടച്ച റബ്ബേ ഭാഗ്യം കൊടുത്തോളൂ പ്രിയപ്പെട്ടവരെ. 4 മയ്യത്തുകള് വീട് പാലുകാച്ച് കിടന്നതിന്റെ പിറ്റന്ന് വൈകുന്നേരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇറയത്തുകൊണ്ട് നിരപ്പി കിടത്തിയപ്പോ അതിൽ ചിരിയുടെ പ്രകാശം മാഞ്ഞു പോകാത്ത 1.5 വയസ്സുള്ള സുന്ദരനായ ആൺകുഞ്ഞിന്റെ മയ്യത്തുമുണ്ടായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നിക്കാഹ് അൽഹംദുലില്ലാഹ് നടത്തേണ്ടത് ഏത് ദിവസമാണ്? പെണ്ണിനെ കണ്ടു, സന്തോഷമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിക്കുമ്പോൾ നമ്മുടെ സഹോദരിമാർക്കുള്ള ഒന്നാമത്തെ പരിപാടിയാണ് രാഹുകാലം നോക്കണം. ഇപ്പോഴും തകിടും കൂടും അല്ല, ഇപ്പോഴും ഈ ഇതുണ്ടല്ലോ, ജാതകം എഴുതിയ ഓല സൂക്ഷിക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം.
ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കൊല്ലം ജില്ലയുടെ സിയാറത്തുമൂട് ചുമടുതാങ്ങിയുടെ ഭാഗത്ത് ഒരു കുഞ്ഞിനൊരു രോഗം വന്നു. ആ രോഗം മാറ്റാൻ ഒരു സഹോദരൻ, നല്ല നിസ്കാരവും പള്ളി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സഹോദരൻ പറഞ്ഞു വിട്ടത് ഒരു പോറ്റിയുടെ അടുത്തേക്ക്. നമ്മൾ ആലോചിക്കട്ടെ, ഞാനിത് പറയുമ്പോൾ ഇസ്ലാമിന്റെ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയും ഞാൻ എതിർക്കുന്നയാളല്ല. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കിതാബുകൾ കൈകാര്യം ചെയ്ത തഴവ ഉസ്താദ് നമ്മുടെ നാടിന്റെ, നമ്മുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന സൂര്യ തേജസ്സാണ്. ഖുർആൻ ശരീഫ് അദ്കാർ ഇസ്മുല്ലാഹി ഇവ കൊണ്ട് മന്ത്രിച്ചോ ഫലം ബില്ലാഹി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ട് ലോകത്തുനിന്ന് പോയതാണ്. ഖുർആൻ ശരീഫ് ദിക്ർ ഇതുകൊണ്ട് മന്ത്രമുണ്ട്, അതുപോലെ എഴുത്തുണ്ട്, കുറിയുണ്ട്, കലക്കി കുടിക്കലുണ്ട്, നൂലുകെട്ടലുണ്ട്, അതൊക്കെ ഇസ്ലാമിലുള്ളതാ. അതിനൊന്നും ആരും എതിർക്കണ്ട. പക്ഷേ ഇതിന്റെ പേരിൽ ജാതകം എഴുതുന്നവരുണ്ടല്ലോ. സ്വാമിമാരുടെ മുന്നിൽ പോയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയും, നാള് പൂരം, മച്ചാത് ഉത്രാടം, മോന്റത് മൂലം, ഇത് പറഞ്ഞിട്ട് അത് എഴുതി വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ അകത്ത് സൂക്ഷിക്കുന്ന പെണ്ണേ, എന്ത് ദീനാ നിനക്കുള്ളത്, എന്ത് ദീനാ നിനക്കുള്ളത്? എന്റെ ഈ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് സങ്കടം വരാതിരിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ക്ഷേത്രത്തിലിടുന്ന സമൂഹ സദ്യയുണ്ടല്ലോ, അത് ദൈവത്തിന് മുന്നിൽ കൊണ്ട് സമർപ്പിക്കുന്നതല്ല. അത് ഒരു സഹോദരൻ, ഒരു ഡ്രൈവർ കഴിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ ഞാൻ അബദ്ധത്തിൽ കഴിച്ചുപോയി, തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് രാവിലെ നിങ്ങൾ പോകണമെന്നല്ല. പക്ഷേ ഹൈന്ദവയുടെ ക്ഷേത്രത്തിനകത്ത് പൂജ നടത്തിയിട്ട് കൊണ്ടുവരുന്ന പൊങ്കാല ചോറുണ്ടല്ലോ, ഇന്നും അത് സന്തോഷത്തോടെ കഴിക്കുന്ന പെണ്ണേ, അതിൽ ഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ ഓ സമയത്ത് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് പെണ്ണേ. അത് നിസാരമായി കണക്കാക്കണ്ടാരും പടച്ചുറപ്പ് കാത്തുരക്ഷിക്കട്ടെ. ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ സൗഹാർദ്ദത്തെ ഞാൻ ചോദ്യം ചെയ്യുകയില്ല. സാഹോദര്യവും സൗഹാർദ്ദതയും വേണം. ആ സൗഹാർദ്ദത വേണ്ടത് അവരുടെ ആരാധന നമ്മൾ ചെയ്തിട്ടല്ല. നമ്മളവരോട്, അള്ളാന്റെ ഹബീബ് മറ്റു മതത്തിലുള്ളവരോട് സൗഹാർദ്ദത കാണിച്ചത് അവരുടെ ആരാധനകൾ കൈയടക്കി വെച്ചുകൊണ്ടല്ല, മറിച്ച് അവരെ സഹായിക്കുക. എന്തെങ്കിലും ആവശ്യം വന്ന, നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, അപ്പുറത്തെ പ്രസന്ന ചേച്ചിയുടെ വീട്ടിൽ വാഹനമില്ല, അവരുടെ മോള് രാത്രി അസുഖം വന്ന് നിലവിളിക്കാണ്, പെട്ടെന്ന് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് എടുത്ത് കയറ്റി കൊണ്ടുപോവാൻ. അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുക, അയൽവാസ ബന്ധം സുലഭമാക്കുക, അതാണ് നമുക്ക് ആവശ്യം. ഇന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ സഹോദരിമാരും ഉമ്മമാരും ചെറുപ്പക്കാരെ കൊണ്ട് ഇതുപോലെ ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിപ്പിക്കാറുണ്ട്. നല്ല പെണ്ണാണോ, കബഡി നിരത്തി, വേടം ശുക്രനിലാണ്, ശനി ഇവിടെയാണ്, വവാക്ക് അവർ നിൽക്കണേ ഉള്ളൂ, നാളെ കഴിയുമ്പോൾ അങ്ങ് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിരട്ടി ഇങ്ങനെ എടുത്ത് വെക്കാറ്. ഈ അടുത്ത് ചാനലിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജ്യോത്സ്യനോട് ചോദിക്കാം. ജോസ്, ഈ ചാനലുകാർ സമ്മതിച്ചു കൊടുത്തേ പറ്റൂട്ടോ. പാവപ്പെട്ട ലോറൻസിനെയൊക്കെ പിടിച്ച് വിരട്ടി ഓരോന്ന് പറയിപ്പിച്ച് അയാൾ കുടുങ്ങിയും പോയി, കഷ്ടം. ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കും. പണ്ട് കോഴിക്കോട് ജില്ല കേരള കലോത്സവത്തിൽ നമ്പർ 1 സ്ഥാനം നേടിയപ്പോൾ ഭരതനാട്യത്തിന് കലാതിലകം അവാർഡ് വാങ്ങിയത് ഒരു മുസ്ലിം ഉമ്മയുടെ മോളായിരുന്നു. അപ്പൊ ചാനലുകാർ വന്നിട്ട് ആ മുസ്ലിം ഉമ്മയോട് ചോദിക്കാൻ, നിങ്ങൾക്ക് ഈ അവാർഡ് വാങ്ങിയതിൽ ഇസ്ലാമിൽ എതിർപ്പൊന്നുമില്ലേ? വേറെ ഒന്നും അവന് ചോദിക്കാനില്ല, ഗുരുത്തം കിട്ടും, ഇതേ ഉള്ളൂ. ഈ പെണ്ണെന്ത് മറുപടി കൊടുക്കുമെന്ന് അവനെ നേരത്തെ അറിയാം. എന്താ പെണ്ണ് പറഞ്ഞെന്നറിയോ? ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും, എന്റെ മോളെ എനിക്കൊരു കാവ്യമതവനാക്കണം. ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും, എന്റെ മോളെ എനിക്കൊരു കാവ്യമാതാ ആക്കണമെന്ന് ഇനി ആരും പറയൂല. കരിയോല് കാരണം ഇറങ്ങി നടക്കാൻ വയ്യ പാവം. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് ഇതിന്റെ ആവശ്യങ്ങൾ എന്താ? സിനിമാ പ്രവർത്തകർ, കുറെ പാർട്ടി കാര്യങ്ങൾ, പിന്നെ ചില പള്ളികൾ തന്നെ എന്നോട് ആ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഒരു വെള്ളിയാഴ്ച വന്നപ്പോൾ ഒരു ലെറ്റർ കൊണ്ട് ഒരാൾ വന്നിട്ട് പറയാം, കമ്മിറ്റിപ്പെട്ട ആളാ, പിന്നെ ഉസ്താദേ എം ഹസൻ ഇവിടെ തിരുവനന്തപുരത്ത് നിർത്തുന്നതിനെതിരെ ശക്തമായ രീതിയിൽ നിങ്ങൾ ജുമഅക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ജുമഅക്ക് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹസനെ കുറിച്ചാണ്. തന്നെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഉസ്താദുമാരെ ജുമഅക്ക് പള്ളിയിൽ വോട്ട് പിടിക്കുന്ന കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. മുമ്പ് ഒരു കഴുതയുടെ കഥ പറഞ്ഞ കണക്ക് നമ്മൾ അനുഭവിക്കാനുള്ളത് വല്ലാഹി അനുഭവിച്ചേ പറ്റൂ. ആര് വന്നാൽ
പിന്നെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആര് മരിച്ചാലും വണ്ടിയിൽ ഒന്ന് അവിടെ ഇറങ്ങും. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, ഒന്ന് റീത്ത് കൊണ്ടുവച്ചു, ശരി എന്നാ ഉറങ്ങട്ടെ, ഓക്കെ അപ്പുറത്ത് വന്നടി നമ്മൾ പോസ്റ്റർ കണ്ടില്ല, അങ്ങനെ വന്നടി, തീർന്ന് വന്നപ്പോ പിന്നെ ഈ മയ്യത്തിന് എല്ലാം അള്ളാഹ് പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ വിടാൻ പോവാ. വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? റീത്തി വെച്ച് മയ്യത്തിന്റെ വയറിന് പൊക്കി പിന്നെ കുത്തി നോക്കിയിട്ടല്ല പോകാനുള്ളത്. എന്തെങ്കിലും പാവപ്പെട്ടവരാണെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ, എന്തെങ്കിലും സഹായമായിട്ട് പിന്നെ വരാം എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പടച്ചറമ്പ് കാത്തിരക്ഷിക്കട്ടെ, വിശദീകരിക്കുന്നില്ല. പണ്ടൊരു കഴുതയുടെ കഥ പറഞ്ഞ പോലെ, കഴുതയും കൊണ്ട് കഴുതയുടെ മുതലാളി ഇങ്ങനെ പോയപ്പോ കൊള്ളക്കാര് വടിയിൽ നിൽക്കാൻ. കുറച്ചുപേര് പറഞ്ഞു കഴുതയും കൊണ്ട് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ കൊള്ളക്കാര് കഴുതയെ പിടിച്ചെടുക്കും, നിന്നെയും കൊല്ലുന്നു. പിന്നെ മുതലാളി കഴുതയോട് പറഞ്ഞു നമുക്ക് ഓടി രക്ഷപ്പെടാം. കഴുത പറഞ്ഞു നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ, ഞാനെന്തിനാ ഓടുന്നത്? എന്നെ നിങ്ങൾ കൊണ്ടുപോയാലും ഞാൻ ഭാരം ചുമക്കണം, എന്നെ അവർ പിടിച്ചുകൊണ്ട് പോയാലും ഭാരം ചുമക്കണം, എന്റെ കാര്യം കണക്കാം. അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ കടന്നങ്ങ് പോവാല്ല. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ആര് ജയിച്ചാലും ചുമക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യത്വമുള്ളവർ അല്ലാഹു ജയിപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരാർ ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീരിന്റെ ഒരു തുള്ളിക്കെങ്കിലും അറുതി വരുത്താൻ കഴിവുള്ള നേതൃത്വത്തെ റഹ്മാനായ പടച്ച റബ്ബ് അത്ഭുതകരമായി വിജയിപ്പിക്കട്ടെ.